ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നിഗമകൽപതരോർഗലിതം ഫലം ശുഗമുഖാദമൃതദ്രവ്യസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതിരുത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. കഥാഞ്ജന സ്മൃതി യസ്മിൻ ദുഷ്കരം സുകരം ഭവേത് വിസ്മൃതി വിപരീതം സ്യാത് ശ്രീചൈതന്യം നമാമിതം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. സർവശാസ്ത്രാഭിപീയൂഷ സർവവേദൈകസത്ഫല സർവസിദ്ധാന്തരത്നാദ്യ സർവലോകൈകദൃക്പ്രദ സർവഭാഗവത പ്രാണ ശ്രീമദ്ഭാഗവത പ്രഭോ കലിദ്വന്ദ്വോദിതാദിത്യ ശ്രീകൃഷ്ണ പരിവർത്തിത പരമാനന്ദ പാഠായ പ്രേമവർഷ്യക്ഷരായ തേ സർവദാ സർവസേവ്യായ ശ്രീകൃഷ്ണായ നമോസ്തുതേ. മദേകബന്ധോ മത്സംഗിൻ മദ്ഗുരോർമന്മന മഹാധന മന്നിസ്താരക മദ്ഭാഗ്യ മദ്ദാനന്ദോ നമോസ്തുതേ. അസാധു സാധുതാദായിൻ അതിനീചോച്ചതാകര ഖനാമുഞ്ച കദാചിൻ മാം പ്രേമഹൃത് കന്തയോ സ്പൃഹ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ഭക്തന്മാർക്കും വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഇന്നത്തെ ഭാഗവതം സെഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വായിക്കാൻ പോകുന്നത് 3rd Canto 5th Chapter 50th verse ആണ്. ത്വം ന സുരാണാമസിസാൻ വയാനാം കൂട്ടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്ത്യാം ഗുണകർമ്മയോനൗ രേത്വസ്തജായാം കവിമാധദേയജ. ഹരേ കൃഷ്ണ. ആരെങ്കിലും ട്രാൻസ്ലേഷൻ ആൻഡ് പേർപ്പറ്റ് വായിക്കാൻ പറ്റുമോ? ഓൾറെഡി അസൈൻഡ് ആണെങ്കിൽ അസൈൻ ചെയ്യപ്പെട്ട മാതാജീസ് വായിക്കണേ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭാവാർത്ഥം. വിവർത്തനം. ദേവന്മാരുടെ യഥാർത്ഥ സ്ഥാപക വ്യക്തിയും അവരുടെ സ്ഥാന നിർണയങ്ങളുടെ ഉത്തരവുമായ അങ്ങ് ഏറ്റവും പുരാതനവും മാറ്റമില്ലാത്തവനുമാകുന്നു. ഓ ഭഗവാൻ, അങ്ങേക്ക് ഉത്ഭവസ്ഥാനമോ മേലധികാരിയോ ഇല്ല. മുഴുവൻ ജീവസത്തകളുടെയും ശുക്ലത്താൽ ഭൗതിക ശക്തിയെ ഗർഭം ധരിച്ചെങ്കിലും അങ്ങ് ജനിച്ചിട്ടില്ലാത്തവനാണ്. ഭാവാർത്ഥം. നാനാതരം ജീവജാലങ്ങളുടെ ഉത്ഭവ വ്യക്തിത്വമായ ബ്രഹ്മാവിൽ നിന്ന് ആരംഭിക്കുന്ന സകല ജീവസത്തകളുടെയും യഥാർത്ഥ പിതാവ് അങ്ങാകുന്നു. പരമപിതാവിന് മറ്റൊരു പിതാവില്ല. ലോകത്തിന്റെ യഥാർത്ഥ സൃഷ്ടാവായ ബ്രഹ്മാവ് വരെയുള്ള ഓരോ ജീവിയെയും ഗർഭം ധരിച്ചത് ഒരു പിതാവാണ്. പക്ഷേ അദ്ദേഹത്തിന് ഭഗവാന് പിതാവില്ല. തന്റെ ആ ഹൈതുകമായ കാരുണ്യത്താൽ ഭൗതിക ലോകത്തിൽ അവതരിച്ചപ്പോൾ അദ്ദേഹം ലോകത്തിന്റെ രീതിക്രമം പാലിക്കാൻ വേണ്ടി തന്റെ ഒരു ഭക്തനെ പിതാവായി സ്വീകരിക്കുകയുണ്ടായി. എങ്കിലും
ഭഗവാനായതിനാൽ തന്റെ പിതാവിനെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം സ്വതന്ത്രനാണ്. ഉദാഹരണത്തിന്, നരസിംഹ അവതാരത്തിൽ അദ്ദേഹം തന്റെ അകാരണമായ കാരുണ്യത്താൽ ഒരു സ്തൂപത്തിൽ നിന്നും പുറത്തു വന്നു. ശ്രീരാമാവതാരത്തിൽ അദ്ദേഹത്തിന്റെ പാതാരവിന്ദ സ്പർശത്താൽ ശിലയിൽ നിന്ന് അഹല്യ പുറത്തു വന്നു. പരമാത്മാവെന്ന നിലയിൽ എല്ലാവരുടെയും സുഹൃത്തുകൂടിയാണെങ്കിലും ഒരിക്കലും മാറ്റമില്ലാത്തവനാണ് ഭഗവാൻ. ഭൗതിക ലോകത്ത് ജീവസത്ത അവന്റെ ശരീരം മാറ്റുന്നു. പക്ഷേ ഭൗതിക ലോകത്തായിരുന്നപ്പോഴും ഭഗവാൻ മാറ്റമില്ലാത്തവനായിരുന്നു. അദ്ദേഹത്തിന്റെ സവിശേഷമായ അധികാരമാണ്. ഹരേ കൃഷ്ണ. കൃഷ്ണ. സോ പാരഗ്രാഫ് പാരഗ്രാഫ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാ പ്രഭുജി? ഹരേ കൃഷ്ണ. മാതാജി. ഓക്കെ, പർപ്പോട്ട് മുഴുവൻ വായിക്കും, വായിച്ച ശേഷം എക്സ്പ്ലെയിൻ. ഒന്ന് പർപ്പോട്ട് ഫിനിഷ് ആവാം മാതാജി. അടുത്ത പാരഗ്രാഫ് അടുത്ത മാതാജി വായിച്ചിട്ട്. കൃഷ്ണ മാതാജി പ്രണാമം. ഭഗവത്ഗീത 14:3 സ്ഥിരീകരിച്ചിട്ടുള്ളതുപോലെ ഭഗവാൻ ഭൗതിക ശക്തിയെ അഥവാ പ്രകൃതി ശക്തിയെ ഗർഭം ധരിപ്പിക്കുകയും പിന്നീട് ആദിദേവനായ ബ്രഹ്മാവ് മുതൽ താഴേക്ക് എറുമ്പ് വരെയുള്ള വിവിധ ജീവികൾ ആവിർഭവിക്കുകയും ചെയ്തു. ബ്രഹ്മാവും ഭൗതിക ശക്തിയും ചേർന്നാണ് ജീവികളുടെ എല്ലാം തരംതിരിച്ചുള്ള ആവിഷ്കാരം സംഭവിച്ചതെങ്കിലും എല്ലാവരുടെയും പിതാവ് ഭഗവാനാണ്. ഭഗവാനും ഓരോ ജീവിയും തമ്മിലുള്ള ബന്ധം പിതാവും പുത്രനും പോലുള്ള ബന്ധമാണ്, അല്ലാതെ തുല്യ ബന്ധമല്ല. ചില സന്ദർഭങ്ങളിൽ പുത്രൻ കൂടുതൽ സ്നേഹമുള്ളവനായേക്കാം, എങ്കിലും പുത്രബന്ധത്തിൽ ഉയർന്നവനും താഴ്ന്നവനുമെന്ന അന്തരം എപ്പോഴും ഉണ്ടായിരിക്കും. ഓരോ ജീവിയും അവൻ ദേവന്മാരായ ബ്രഹ്മാവിനോളമോ ഇന്ദ്രനോളമോ മഹാനാണെങ്കിൽ പോലും പരമപിതാവിന്റെ കീഴിലെ ശാശ്വതമായ സേവകർ മാത്രമായിരിക്കും. മഹൽ തത്വമാണ് ഭൗതിക പ്രകൃതിയുടെ എല്ലാ ഗുണങ്ങളുടെയും ഉത്ഭവ കേന്ദ്രം. ഓരോ ജീവാത്മാവും തന്റെ പൂർവകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭൗതിക പ്രകൃതിയാകുന്ന മാതാവ് നൽകുന്ന ശരീരത്തിൽ ജന്മമെടുക്കുന്നു. ശരീരം പ്രകൃതിയുടെ സമ്മാനമാണെങ്കിലും ആത്മാവ് ഭഗവാന്റെ അവിഭാജ്യ ഘടകമാണ്. ഹരേ കൃഷ്ണ. പ്രണാമം മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. സോ നല്ല ഒരു സെക്ഷൻ. ദേവന്മാരുടെ പ്രാർത്ഥന ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി. സോ ഈ ദേവന്മാർക്ക് എല്ലാവർക്കും അവർക്ക് വിധിക്കപ്പെട്ട ഭഗവാന്റെ ജസ്റ്റ് ഒരു ദൃഷ്ടിയില് ഭഗവാൻ എല്ലാ സൃഷ്ടിയും നടത്തി. പിന്നെ പിന്നെ അതെല്ലാം നേരത്തെയുള്ള ക്ലാസ്സസിൽ വന്നതാണ്. കാരണദോക സായി വിഷ്ണു, ഭൗതിക പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, സത്വം, രജസ്, തമസ്, പിന്നെ ഓരോരോ സെൻസസും അതിൻ്റെ കൺട്രോളിങ് ഡ്യൂട്ടീസ്, അതെല്ലാം ഓരോരോ സെൻസസിനും ഓരോരോ കൺട്രോളിങ് ഡ്യൂട്ടീസ് ഉണ്ട്. പിന്നെ ഈ കൺട്രോളിങ് ഈ കൺട്രോളിങ് ഡേറ്റീസ് എല്ലാവരും പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അടുത്ത്. എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയില്ല. ഭഗവാൻ സൃഷ്ടിച്ച പിന്നെ എന്ത് ചെയ്യണം, എങ്ങനെ പ്രൊസീഡ് ചെയ്യണം എന്നവർക്ക് അറിയുന്നില്ല. അപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഒരു കമ്പനിയിൽ പോയി പുതിയതായിട്ട് ജോബ് സെലക്ഷൻ കിട്ടി, ജോബ് കിട്ടി, നമ്മൾ അകത്ത് കയറി. പക്ഷെ നമുക്ക് അറിയില്ല എന്താ വേണ്ടേ, വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് മീ, വാട്ട് ഐ എം സപ്പോസ് ടു ഡു, എന്തിനാണ് എന്നെ ഹയർ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ എടുത്ത അതോറിറ്റി, ഇന്നതാണ് നിന്റെ ഡെസിഗ്നേഷൻ, ഇന്ന ഡ്യൂട്ടീസ് ആണ് നീ ചെയ്യേണ്ടത് എന്ന് ഒരു ജോബ് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതിനനുസരിച്ച് ചെയ്യണമെന്ന് പറഞ്ഞ് അതോറിറ്റി അഡ്വൈസ് ചെയ്യുമ്പോൾ പുതിയതായിട്ട് കയറിയ വ്യക്തി മനസ്സിലാക്കും, ഓക്കെ ഞാൻ ഇതെല്ലാമാണ് ചെയ്യേണ്ടത് എന്ന്. അതുപോലെ ഡെമിഗോഡ്സിന് ഓരോരോ ഡിപ്പാർട്ട്മെന്റ്സ്, ഇന്ന
കാര്യങ്ങൾ ഇന്ന ഡെമിഗോഡ്സ് ഇന്ന ദേവന്മാര് ഹാൻഡിൽ ചെയ്യണമെന്ന് പറഞ്ഞ് അസൈൻ ചെയ്ത പിന്നെ അവർക്ക് എങ്ങനെ പ്രൊസീഡ് ചെയ്യണം, ഞങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഞങ്ങളുടെ ഡ്യൂട്ടീസ് എല്ലാം എന്താണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവർ വളരെ ഹമ്പിളായിട്ട് രണ്ട് കൈകളും കൂപ്പി പ്രാർത്ഥിച്ച് പറയുന്നതാണ് ഈ പ്രാർത്ഥനകൾ. കാരണോദകശായി വിഷ്ണുവിന്റെ അടുത്ത് പോയി ഇവരെല്ലാരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഫസ്റ്റ് ലെസൺ, എപ്പോഴും നമ്മൾ ഹൈറാർക്കിയെ വന്നിട്ട് മനസ്സിലാക്കണം. നമ്മൾ അകത്ത് കയറിയ വന്ന ഉടനെ എന്റെ പൊസിഷൻ എന്താണ്, ഞാൻ ഇതാണ് അതാണ് അങ്ങനെയെല്ലാം ഒന്നുമില്ല. സുപ്പീരിയറുടെ അടുത്ത് പോയി സറണ്ടർ ആവുന്നതാണ് ഫസ്റ്റ് ലെസൺ. അത് ഒരു ദൈവിക ഗുണമുള്ള ഒരാൾ ചെയ്യേണ്ട കാര്യം അതാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വന്ന ഉടനെ നമ്മൾ പോയി സീനിയേഴ്സ് സുപ്പീരിയേഴ്സിന്റെ അടുത്ത് പോയി സറണ്ടർ ചെയ്ത് അവരുടെ അനുഗ്രഹം മേടിച്ച്, ഞാൻ ഇതാണ് അതാണ് അങ്ങനെയൊന്നുമില്ല, ഐ എം സിംപ്ലി എ സീറോ, വിത്തൗട്ട് മൈ സുപ്പീരിയേഴ്സ് ബ്ലെസ്സിങ്, വിത്തൗട്ട് മൈ സീനിയേഴ്സ് ബ്ലെസ്സിങ് ഞാൻ വെറും സീറോ മാത്രമാണ്. പക്ഷെ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവർ വന്നിട്ട് ദൈവിക ഗുണത്തിലുള്ളവരാണ്. അപ്പൊ ദേവന്മാർക്കെല്ലാം ഭൗതിക ആഗ്രഹങ്ങൾ കുറെയെല്ലാം ഉണ്ടായാലും അവർക്കും അസുരന്മാർക്കും ഉള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, അസുരന്മാർ അവരുടെ അധികാരം കയ്യിലെടുത്ത് എല്ലാം അവരുടെ കൺട്രോളില്, അവരുടെ ഇച്ഛപ്രകാരം, അവരുടെ സാമർത്ഥ്യം അങ്ങനെ അവർ വിചാരിക്കും. പക്ഷെ ദേവന്മാർ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ദേ ബൗ ഡൗൺ, ദേ സറണ്ടർ, ദേ ടേക്ക് ദ ബ്ലെസ്സിങ്സ് ഓഫ് സീനിയേഴ്സ്. ഹൈറാർക്കിയിൽ നമ്മളെക്കാട്ടിലും മേലുള്ളവർക്ക് എല്ലാ റെസ്പെക്റ്റും കൊടുത്ത് അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി വാട്ട് ഈസ് എക്സ്പെക്റ്റഡ് ഔട്ട് ഓഫ് മീ, ഞാൻ എന്താ ചെയ്യേണ്ടത്, എന്താ വേണ്ടത് എന്ന് മനസ്സിലാക്കി പിന്നെ അത് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് കർത്തവ്യങ്ങൾ ചെയ്യുമ്പോൾ, ഇപ്പൊ ഭൗതിക ലോകത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മളാണ് സ്വാമി എന്ന് വിചാരിക്കുന്നു. ഇതാരായാലും എവ്രിബഡി 99.9% ഉള്ള എല്ലാവരും ഭൗതിക ലോകത്തില് അവരവർ ചെയ്യുന്ന ഒരു വീട്ടിലെ ഒരു എൽഡസ്റ്റ് പേഴ്സൺ വിചാരിക്കും ഞാനാണ് എല്ലാം ഇവിടുത്തെ കൺട്രോളിങ് അതോറിറ്റി. അമ്മ വിചാരിക്കും ഞാനില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഒരു സ്ട്രീറ്റിലുള്ള പട്ടി വിചാരിക്കും ഇത് എന്റെ സ്ട്രീറ്റ് ആണ്, ഇവിടെ വേറെ ഒരു സ്ട്രീറ്റിൽ നിന്ന് പട്ടി വന്നാൽ അങ്ങനെ ഓടിച്ചു വിടും, ഇത് എന്റെയാണ്, എന്റെ കൺട്രോളിലാണ്. സോ ഇറസ്പെക്റ്റീവ് ആര് എന്ത് ജീവിയായാലും എല്ലാവർക്കും ആ സ്വാമി എന്നുള്ള ഒരു ഫീലിംഗ് അകത്തുണ്ട്, ഡീപ്. അത് മാറ്റിക്കളയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എത്രയോ ജന്മങ്ങളുടെ വാസനകൾ കൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. സോ ആദ്യം വന്നിട്ട് ഇത് മനസ്സിലാക്കണം, ഐ എം സിംപ്ലി നത്തിങ്, ഐ എം സിംപ്ലി എ സീറോ. ബൈ കോസ്റ്റ്ലെസ് mercy of Guru, Gauranga, Krishna, Vaishnavas, somehow I am connected to the parampara. It is not because of my own caliber, എൻ്റെ സ്മാർട്ട്നെസ് കൊണ്ടൊന്നും ഇല്ല എന്ന് ആദ്യം മനസ്സിലാക്കി അതോറിറ്റീസിന് ശരണം പ്രാപിച്ച് പിന്നെ നമ്മുടെ ഡ്യൂട്ടീസ് വന്നിട്ട് മനസ്സിലാക്കണം. സോ ഇത് വന്നിട്ട് നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഈവൻ ബ്രഹ്മാവ് വന്നിട്ട് ലോട്ടസ് ഫ്ലവറിൽ നിന്ന് വെളിയിൽ വന്ന പിന്നെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ബ്രഹ്മാവ് ഈ 4 തലയുള്ള ബ്രഹ്മാവ്, നമുക്ക് ഒരു തലയിലുള്ള ഒരു ചെറിയ ബ്രെയിനിൽ ഇത്ര വലിയ അഹങ്കാരം, നമുക്ക് 4 തലയുള്ള ബ്രഹ്മാവ് ഭഗവാന്റെ അടുത്ത് പോയി സറണ്ടർ ചെയ്ത് ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ച് മനസ്സിലാക്കി. അതുപോലെ ഇപ്പൊ ഈ ദേവന്മാരും അത് ചെയ്യുന്നുണ്ട്. സോ ഇത് അപ്പൊ എല്ലാവർക്കും അച്ഛനമ്മ ഇവിടെ പോപ്പുലർ പ്രഭുപാദർ പറയുന്നുണ്ട്, ഭഗവാന് ഫാദറോ മദറോ ഇല്ല, അഹം ബീജ പ്രദപിത, ഐ എം ദ സീഡ് ഗിവിംഗ് ഫാദർ. ഇന്നലെ ഒരു ക്ലാസ്സില് കേൾക്കാൻ പറ്റി, എത്രയോ വെറൈറ്റീസ് ഓഫ് ആനിമൽസ് എല്ലാം ഉണ്ടായിരുന്നു, എത്രയോ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു, എത്രയോ വെറൈറ്റീസ്. പണ്ടത്തെ
ആൾക്കാരെല്ലാം പറയും ഇന്ന ടൈപ്പ് ഓഫ് ഫ്രൂട്ട് ഉണ്ടായിരുന്നു, ഇന്ന ഒരു സബ്ജി ഉണ്ടായിരുന്നു. അതെല്ലാം ഇപ്പൊ നമ്മൾ പേര് പോലും കേട്ടിട്ടുണ്ടാവില്ല. പണ്ട് ഡൈനോസർ ഉണ്ടായിരുന്നു, ഇന്ന് നമുക്ക് ഡൈനോസറിനെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. എത്രയോ വെറൈറ്റീസ് ഓഫ് ലയൺസ് എക്സ്റ്റിങ്ക്റ്റ് ആയി, ഇല്ലാതായി പോയി. എത്രയോ വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ്, എത്രയോ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ്, ഇതെല്ലാം നമുക്ക് ഉണ്ടായിരുന്നു, ഇല്ലാതായി എന്ന് മാത്രം അറിയാൻ പറ്റുന്നു. പക്ഷെ അതിനെ സൃഷ്ടിക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് വി ആർ നോട്ട് ദ സീഡ് ഗിവിംഗ് ഫാദർ. ദ ഒറിജിനൽ സീഡ് ഗിവിംഗ് ഫാദർ ആരാ? സ്വയം ഭഗവാൻ കൃഷ്ണൻ. സോ ഭഗവാനാണ് എല്ലാവരിലും സീഡ് ഗിവിംഗ് ഫാദർ. സോ ഭഗവാൻ പിന്നെ ഭഗവാൻ വരുമ്പോഴും അച്ഛനമ്മയും ഉണ്ടല്ലോ എന്ന് വെച്ചാല് ഭഗവാൻ തന്റെ സ്വന്തം മീൻസ് കാരുണ്യത്താല് തന്റെ ശുദ്ധ ഭക്തന്മാർക്ക് വന്നിട്ട് അച്ഛനോ അമ്മയോ ആവാനുള്ള ഒരു സൗഭാഗ്യം വന്നിട്ട് നൽകുന്നുണ്ട്. ആക്ച്വലി ഹി ഈസ് ഔട്ട് ഓഫ് ദി കൺട്രോൾ ഓഫ് ദിസ് മെറ്റീരിയൽ വേൾഡ്. സോ ഭഗവാൻ വന്നിട്ട് അതുകൊണ്ടാണ് അപ്പൊ സാധാരണ ആൾക്കാർ വിചാരിക്കുന്നു ഭഗവാനും ഈ ഭൗതിക ലോകത്തിൽ ഒരു അച്ഛനമ്മയും അങ്ങനെ വിചാരിക്കും. സോ വ്യത്യാസമുണ്ട്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നരേന്ദ്രമോദിജി വന്നിട്ട് ഒരു ജയിലിന്റെ അകത്ത് പോകുമ്പോ ജയിലിലുള്ള ഒരു വിധികളും പ്രൈം മിനിസ്റ്റർ വന്നിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പക്ഷെ പ്രൈം മിനിസ്റ്റർ ഹാസ് ഗോട്ട് ദ റൈറ്റ് ടു റിലീസ് എനി പ്രിസണർ ഇൻ ദ പ്രിസൺ. ആ പ്രിസണിലുള്ള ഏതൊരു കൈദിയെയും റിലീസ് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ഹീ ഈസ് ഓൾസോ സംഭവാമി ആത്മമായ, സ്വയം ഇച്ഛയില് ഭഗവാൻ അകത്ത് കയറുന്നതാണ്. ഭഗവാൻ ആരും കൺട്രോൾ ചെയ്തിട്ട് ഈ പ്രിസൺ ഹൗസ് ആയ ഈ ഭൗതിക ക്രിയേഷനിൽ ആരും അകത്ത് കയറ്റുന്നില്ല. ഭഗവാൻ സ്വയം കരുണ കൊണ്ട് എന്റെ ഭക്തന്മാർക്ക് ഈ ഭൗതിക ലോകത്തിലെ കഷ്ടപ്പെടുന്ന ജീവികൾക്ക് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ വന്ന്, പിന്നെ ശുദ്ധ ഭക്തന്മാര് അവരുടെ കൂടെ ഒരു സ്നേഹ പരിമാറ്റം വേണമെന്ന് വേണ്ടിയിട്ടാണ് ഭഗവാൻ വന്നിട്ട് ഈ ഭൗതിക ലോകത്തിൽ എൻട്രി ചെയ്യുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈം മിനിസ്റ്ററുടെ എക്സാമ്പിൾ പറയുന്നത്. അപ്പൊ പ്രൈം മിനിസ്റ്റർ വന്നിട്ട് കേൾക്കുന്നുണ്ട് ജയിലറുടെ അടുത്ത് ഈ കൈദി വളരെ സിൻസിയറായിട്ട് നല്ല ഒരു ഡിസിപ്ലിനോട് കൂടിയിട്ട് തൻ്റെ തെറ്റുകളിനെല്ലാം റിപ്പൻറ്റ് ചെയ്ത് ഞാൻ ചെയ്തത് തെറ്റാണെന്നുള്ളത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കി നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ ഒരു ഇൻഡിപെൻഡൻസ് ഡേ, ഒരു റിപ്പബ്ലിക് ഡേ ദിവസം വന്നിട്ട് അവർക്ക് വന്നിട്ട് റിലീസും കിട്ടാം. ഇത് ലോകം മുഴുവനും എല്ലാവിടെയും. അപ്പൊ ജസ്റ്റ് തിങ്ക് ഓഫ് കൃഷ്ണ. കൃഷ്ണ can release anybody from the ജന്മ മരണ ചക്രത്തിലിരുന്ന് ആരെ വേണമെങ്കിലും റിലീസ് ചെയ്യാം. സോ ഭഗവാന്റെ സ്പർശം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ കാരുണ്യവും പിന്നെ അല്ലെങ്കിൽ എല്ലാം വെറും ജഡമാണ്. ഭഗവാന്റെ കൂടെ ഒരു കണക്ഷൻ ഇല്ലാതായിപ്പോയാൽ എല്ലാം വെറും ജഡമാണ്. ശില പ്രഭുപാദർ വളരെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഒരു ജഡത്തിലിരുന്ന് ഒരു ജീവനെ സൃഷ്ടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. ശില പ്രഭുപാദർ എപ്പോഴും ഇത് ചലഞ്ച് ചെയ്യും സയന്റിസ്റ്റുകളോട്, ക്യാൻ യു മേക്ക് ലൈഫ് ഫ്രം നോവെയർ? ഭഗവാൻ ഈ ബേസിക് ആയിട്ട് ഓൾറെഡി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പഞ്ചഭൂതങ്ങളിലിരുന്ന് ഓരോരോ സാധനം എടുത്തിട്ട് നമുക്ക് പുതിയതായിട്ട് ഒന്ന് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ യു ആർ ഓൺലി റീസെർച്ചിങ്, ബട്ട് ദ ലോർഡ് ഹാസ് ഓൾറെഡി ഗിവൻ ഓൾ ദ ബേസിക് എലിമെന്റ്സ്. ആവശ്യമുള്ള എല്ലാ ബേസിക് എലിമെന്റ്സും ഭഗവാൻ ഓൾറെഡി അത് നൽകിയിട്ടുണ്ട്. നമ്മളൊന്നും ഇവിടെ ഉള്ളത് അവിടെ ഉള്ളതെല്ലാം എടുത്തിട്ടിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കാൻ പറ്റുന്നല്ലാതെ ബേസിക് എലിമെന്റ്സ് വന്നിട്ട് ഈ പഞ്ചഭൂതങ്ങൾ വന്ന് നമുക്ക് സൃഷ്ടിക്കാൻ പറ്റില്ല. ഇപ്പൊ കുട്ടികളില്ലാത്തവര് എന്ത് തന്നെ IVF ട്രീറ്റ്മെന്റോ ഇല്ല മറ്റ് ട്രീറ്റ്മെന്റുകളോ വർഷങ്ങൾ ചെയ്താലും ഭഗവാന്റെ അനുഗ്രഹം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ജീവൻ പുതിയതായിട്ട് ഉണ്ടാവാൻ പറ്റുള്ളൂ. സോ ഹരേ കൃഷ്ണ, ക്ഷമിക്കുക, ഇത് നെറ്റിന്റെ ഇഷ്യൂ ആണെന്ന് ജിഷ് ഇപ്പൊ ജോയിൻ ചെയ്യും. ഹരേ കൃഷ്ണ, 1 സെക്കൻഡ്. ഹരേ കൃഷ്ണ, സോറി നെറ്റ് ഡിസ്കണക്ട് ആയി തോന്നുന്നു ഇടയ്ക്ക്. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഭഗവാന്റെ സ്പർശം ഇല്ലെങ്കിൽ അവിടെ ജീവൻ ഉണ്ടാവില്ല എന്ന്. സോ ഇവിടെ ഒന്നുമില്ലാതെ ഒരു
പില്ലറിലിരുന്ന് നരസിംഹ ഭഗവാൻ വെളിയിൽ അവതരിക്കുന്നുണ്ട്. അതുപോലെ ഭഗവാന്റെ കാരുണ്യം കൊണ്ട് ജസ്റ്റ് ഒരു കല്ലിലിരുന്ന് അഹല്യ വെളിയിൽ വന്നു. അഹല്യക്ക് അനുഗ്രഹിക്കാൻ വേണ്ടി തന്നെ ശ്രീരാമചന്ദ്രമൂർത്തി ആ വഴിക്ക് പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. സോ ഭഗവാൻ വന്നിട്ട് വളരെ കാരുണ്യമാണ്. ഭഗവാന്റെ പ്രസൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഈ ശരീരത്തിന് എന്തെങ്കിലും ഒരു വാല്യൂ ഉണ്ട്. ഭഗവാൻ വന്നിട്ട് പരമാത്മാവായി കൂടെ ഉള്ളത് കൊണ്ട് ആ പരമാത്മാവ് വെളിയിൽ പോയി കഴിഞ്ഞാല് ഈ ശരീരത്തിന് ഒരു വാല്യൂ ഇല്ലാതാവും, ജഡശരീരമാവും. സോ ഭഗവാന്റെ പ്രസൻസ് വന്നിട്ട് നമുക്ക് മനസ്സിലാക്കണം. ദേവന്മാരെ നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠമാണ്. ഭഗവാനെ മനസ്സിലാക്കി, യെസ് ദർ ഇസ് സം സുപ്പീരിയർ ടു മീ എന്ന് മനസ്സിലാക്കി നമ്മൾ അവരെ. സോ ഭഗവാൻ ഇത് വന്നിട്ട് ഭഗവത്ഗീതയിലെ പല എക്സാമ്പിൾസ് എല്ലാം ഉണ്ട്. ഭഗവത്ഗീത അഹം സർവസ്യ പ്രഭവോ പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് നിന്നാണ് എല്ലാം വരുന്നു എന്ന്. പിന്നെ വേറെന്താണ്, ആദ്യം പുരാണ പുരുഷം നവ യൗവനം ച ദ ഒറിജിൻ വന്നിട്ട് ഭഗവാൻ ആണ് എന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളില് പറയുന്നുണ്ട്. അതുപോലെ ശ്രീല പ്രഭുപാദർ ഇവിടെ 14.3 റെഫർ ചെയ്യുന്നുണ്ട്. മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം തദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. The total material substance called Brahman is the source of birth, and it is that Brahman that I impregnate and make it possible the birth of all living beings, O son of Bharata. So ഭഗവാൻ പറയുന്നുണ്ട്, ഈ ബ്രഹ്മം ഉണ്ടെങ്കിൽ മാത്രമേ സൃഷ്ടി ഉണ്ടാവുള്ളൂ, ജനനം ഉണ്ടാവും, പുതിയ ജീവി ജനിക്കാൻ പറ്റുള്ളൂ. ആ ബ്രഹ്മനെ വന്നിട്ട് നൽകുന്നത്, ഇംപ്രഗ്നേറ്റ് ചെയ്യുന്നത് ഞാനാണ്. അതുകൊണ്ടാണ് ഓരോരോ ജീവജാലവും വരുന്നു എന്ന് ഭഗവാൻ പറയുന്നുണ്ട് ഭഗവത്ഗീത 14.3. സോ എല്ലാ സൃഷ്ടിയിലും ഭഗവാൻ വന്നിട്ട് എന്താണ്, പരമാത്മാവായിട്ട് അത് ഭഗവാന്റെ ഒരു സ്പെഷ്യൽ മേഴ്സിയാണ്. വലിയൊരു ജീവനായാലും ശരി, ദേവനായാലും ശരി, വൃക്ഷമായാലും ശരി, മൃഗമായാലും ഏത് ജീവനായിട്ട് നമ്മൾ ജനിച്ചാലും നമ്മളെ കൂടെ വന്നിട്ട് വരുന്നത് ഭഗവാനാണ്, സാക്ഷിയായിട്ട്, പരമാത്മാവായിട്ട്. എന്തൊരു കാരുണ്യവാ! ആരും കൂടെ വരത്തില്ല. കുറച്ച് ഒരു ജീവാത്മാവ് യാത്ര ചെയ്യുമ്പോ എന്താ പറയാ, ശാസ്ത്രം പറയുന്നുണ്ട്, ഒരു ജീവൻ വന്നിട്ട് ശരീരം വിട്ടു പോകുമ്പോ റിലേറ്റീവ്സ് എല്ലാം വീട് വരെ വരും. എല്ലാ ബന്ധുക്കാരും വീട് വരെ വരും. സ്ട്രീറ്റ് വരെ ഭാര്യ വരും. ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ ഭാര്യ കൂടെ വരും. പിന്നെ കാട്ടിൽ കൊണ്ടുപോയി ശ്മശാനത്തിൽ പോയി ഫിനിഷ് ആക്കുമ്പോൾ, അന്ത്യേഷ്ടക്രിയ ചെയ്യുമ്പോൾ പുത്രൻ ഉണ്ടാവും. ലാസ്റ്റ് വരെ ആരാ കൂടെ വരുന്നത്? ഏത് സ്വന്തവും ഇല്ല, ഏത് ഫാമിലി മെമ്പറും ഇല്ല, വൈഫില്ല, കുട്ടികളില്ല. അതുപോലെ വൈഫ് പോവുകയാണെങ്കിൽ ഹസ്ബൻഡ് ഇല്ല, കുട്ടികളില്ല, ബന്ധുക്കളില്ല. ആത്മാവ് പിന്നെ തൻ്റെ ജേണി ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ ഭഗവാൻ എന്തൊരു കാരുണ്യമാണ്. ഏതൊരു ജീവിതത്തിൽ, ഈവൻ ഈ ജന്മത്തിൽ പോലും പേരൻസ് വന്നിട്ട് ചിലപ്പോ ഇങ്ങനെ ഒരു പുത്രൻ എനിക്ക് വേണ്ടേ വേണ്ട, ഇങ്ങനെയെല്ലാം മക്കൾ കിട്ടിയിട്ട് എന്ത് പ്രയോജനമാണെന്ന് പറഞ്ഞ് വേദനിക്കുന്ന പേരൻസ് ഇപ്പോഴും ഉണ്ട്. നോബഡി ഈസ് ഹാപ്പി. സ്വയം സൃഷ്ടിച്ച മക്കളുടെ അടുത്ത് പോലും ഹാപ്പി ആയിട്ടില്ലാത്ത പേരൻസ് ഉണ്ട്. കലിയുഗത്തിൽ ഇത് വളരെ കോമൺ ആണ്. അങ്ങനെയുള്ളപ്പോ എന്തൊരു സിറ്റുവേഷനിലും നമ്മൾ എന്തൊരു മണ്ടത്തരം കാണിക്കുമ്പോഴും നമ്മുടെ അടുത്ത് കാരുണ്യം കാണിച്ചുകൊണ്ട് ഏതൊരു ജീവനിൽ പോയാലും കൂടെ ഒരു സാക്ഷിയായിട്ട്, ഒരു കമ്പാനിയനായിട്ട്, നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന പരമാത്മാവായിട്ട്, ഒരു സുഹൃത്തായിട്ട് നമ്മുടെ കൂടെ വരുന്നത് പരമാത്മാവ് മാത്രമാണ്. അത് എപ്പോഴും സുഹൃതം സർവഭൂത കൃഷ്ണ. ആൻഡ് ഹി ഈസ് എ വെൽ വിഷിംഗ് ഫാദർ, ഫ്രണ്ട്, ബെനിഫാക്ടർ, എല്ലാം ആ പരമാത്മാവ്. അത് നമ്മൾ മനസ്സിലാക്കണം. സോ എല്ലാം ഭഗവാന്റെ അടുത്ത് നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഈ സത്വ, രജസ്, തമസ്, ഭൗതിക സൃഷ്ടിക്ക് പ്രപഞ്ചത്തിലത്തെ ആവശ്യമുള്ള എല്ലാ മെറ്റീരിയൽ എലിമെന്റ്സ് എല്ലാം ഭഗവാനാണ്. സോ ഈ ഭൗതിക ശരീരം വന്നിട്ട് ഭൗതിക പ്രകൃതി നമുക്ക് നൽകിയാലും ആക്ച്വലി ആത്മാവ് ഉള്ളത് കൊണ്ടാണ് അതിന് ഒരു വിലയുള്ളത്. ആ ആത്മാവ് നമുക്ക് കിട്ടുന്നത്, ആ ബ്രഹ്മൻ, ആ ജീവസത്ത് നമുക്ക് ഭഗവാന്റെ ഒരു അംശമാണ്, ഭഗവാന്റെ കാരുണ്യമാണ്. ഭഗവാൻ അത് ഹീസ് ഓൾസോ സെൻഡിങ് ദ ജീവ ആൻഡ് ഹീസ് ഓൾസോ അക്കമ്പനിങ് ദ ജീവ. തനിയെ വിടുന്നില്ല. ഏതൊരു ജീവനായാലും ഭഗവാൻ വന്നിട്ട് കൂടെ തന്നെ അക്കമ്പനി ചെയ്ത് എന്താ വേണ്ട, എങ്ങനെയാ വേണ്ട എന്നെല്ലാം ഇൻസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. ഫോർച്ചുനേറ്റ് ആയിട്ടുള്ളവർ ഭഗവാന്റെ ആ ശബ്ദം
കേൾക്കാൻ പറ്റും. പരമാത്മാ രൂപേണ ഭഗവാൻ വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാക്കാനും കേൾക്കാനും പറ്റും. പക്ഷെ സ്വയം സ്വാമി എന്ന് വിചാരിക്കുന്നവർക്ക് വേറെ പരമാത്മാവിന്റെ സൗണ്ടോ ഇല്ല ആചാര്യന്മാരുടെ സൗണ്ടോ ഇല്ല സ്നേഹിക്കുന്നവരുടെ വാക്കുകളോ ഒന്നും കേറില്ല. അവരുടെ അഹങ്കാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ദുര്യോധൻ എത്രയും നല്ല ഫാമിലിയിൽ ജനിച്ചു. അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീഷ്മപിതാമഹ, വിദുര എല്ലാരും അഡ്വൈസ് ചെയ്യുന്നുണ്ട്. പുത്രസ്നേഹം ഉണ്ടെങ്കിലും ധൃതരാഷ്ട്രനും ചിലപ്പോ എല്ലാം പറയുന്നുണ്ട്, തെറ്റാ, നീ ഇങ്ങനെ വിചാരിക്കാൻ പാടില്ല എന്ന്. എന്നാലും ധൃതരാഷ്ട്രൻ വന്നിട്ട് ഇങ്ങനെ തന്നെയാ, എന്റെ ആഗ്രഹം ഇതാണ്, എന്ത് തന്നെ സംഭവിച്ചാലും എനിക്ക് രാജ്യം വേണം എന്ന് ആരുടെ അഡ്വൈസും, ഈവൻ സ്വയം ഭഗവാൻ കൃഷ്ണൻ തന്നെ നേരിട്ട് വന്ന് അഡ്വൈസ് ശാന്തി ദൂതനായിട്ട് വന്നിട്ട് കുറെ അഡ്വൈസ് ചെയ്തപ്പോഴും അത് അഡ്വൈസ് എടുക്കാനുള്ള ഇതില്ലാതെ നമ്മൾ ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഭഗവാനെ, ഇത്രയെല്ലാം ഓപ്പർച്യൂണിറ്റീസും നമുക്ക് ശില പ്രഭുപാദന്റെ പുസ്തകം, ഭക്തന്മാരുടെ സംഘം, സന്തുക്കള്, കൂടെ ഭഗവാൻ പരമാത്മാ എല്ലാം കിട്ടിയിട്ടും അതെല്ലാം തിരസ്കരിക്കുന്ന ഒരു ഇത് എനിക്ക് വേണ്ട ഭഗവാനെ. പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഇന്റലിജൻസ്. ഇതെല്ലാം എനിക്ക് എല്ലാം കിട്ടിയിട്ടുണ്ട്, പക്ഷെ എല്ലാം കിട്ടിയിട്ടും ഒന്നുമില്ലാത്ത ഒരു അതുപോലെ ഒരു ആസുരിക ഒരു ദുർഭാഗ്യമായിട്ടുള്ള ഒരു ജീവനായിട്ട് ഞാൻ ആവാൻ പാടില്ല എന്നുള്ള ഒരു പ്രാർത്ഥന നമ്മളും വെക്കണം. ദേവന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നു, എല്ലാവരും പ്രാർത്ഥിക്കുന്നു, നമ്മൾ എന്തുകൊണ്ടാ പ്രാർത്ഥിക്കാത്തത്? നമ്മൾ എന്തുകൊണ്ടാ നമ്മുടെ അഹങ്കാരം കൊണ്ട് ഓരോരോ ക്ഷണവും നമ്മൾ അങ്ങനെ എന്തിനാ പ്രവർത്തിക്കുന്നത്? എന്തുകൊണ്ടാ ഭഗവാന്റെ അനുഗ്രഹത്തെ ഓരോരോ മിനിറ്റും നമ്മൾ എന്തുകൊണ്ടാ ഓർക്കാത്ത? എന്തുകൊണ്ട് ആചാര്യന്മാർ നമുക്ക് നൽകിയ ആ വലിയ കൃപയെ നമ്മൾ എന്താ മനസ്സിലാക്കാത്ത? നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്, പ്രായത്തിൽ മുതിർന്നവര് സ്നേഹം കൊണ്ട് ഓരോരോ കാര്യം പറയുമ്പോഴും നമുക്ക് അത് എന്തുകൊണ്ട് ഇറിറ്റേറ്റ് ആകുന്നു? എല്ലാരും ഇതെല്ലാം ഭഗവാൻ വന്നിട്ട് പല രൂപത്തിൽ നമുക്ക് തരുന്ന അനുഗ്രഹങ്ങളാണ്. എന്തുകൊണ്ട് അത് മനസ്സിലാക്കാത്തത്? അതെല്ലാം ഇല്ലാതെ പോയ പിന്നെ അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. സോ പ്രാർത്ഥിക്കണം, കൃഷ്ണ ഗിവ് മീ ദ റൈറ്റ് ഇന്റലിജൻസ് എന്ന്. ഓക്കെ, സോ ഈ ശ്ലോകത്തിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇതാണ്. നമുക്കിനി അടുത്ത ശ്ലോകത്തിലേക്ക് പോവാം. ശ്ലോകം 51. തതോ വയം മത് പ്രമുഖായ ദർത്തേ ബഭൂവിമാത്മാനം കരവാമ കിം തേ ത്വം ന സ്വചക്ഷു പരിദേഹി ശക്ത്യാ ദേവക്രിയാർത്തേ യദ് അനുഗ്രഹാനാം. ഹരേ കൃഷ്ണ. ട്രാൻസ്ലേഷനും പേർപ്പട്ടും ആരെങ്കിലും വായിക്കുവോ? ഹരേ കൃഷ്ണ. മധുജി പ്രണാം. വിവർത്തനം ജലസ്ഥില പ്രഭാത്. ഇത് ഓൾറെഡി ലിസ്റ്റഡ് ആണോ മധുജി വായിക്കാൻ? ഹരേ കൃഷ്ണ പ്രഭുജി. ലിസ്റ്റഡ് ആണോ വായിക്കാനുള്ള ആൾക്കാര്? അങ്ങനെ ഞാൻ കേട്ട പ്രഭു, ലിസ്റ്റ് ഉണ്ട് എന്ന് കേട്ടു. ആരെങ്കിലും മാതാജി പ്രഭു അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ വായിക്കണേ, ഇല്ലെങ്കിൽ ഹരേ കൃഷ്ണ. എന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഉണ്ട് മാതാജി, കേൾക്കുന്നുണ്ട്. അന്ന പ്രഭു വായിച്ചാട്ടെ പ്രഭു. ആരും ഫോർവേഡ് വന്നിട്ടില്ല, പ്രഭു വായിച്ചാട്ടെ. ഹരേ കൃഷ്ണ. വിവർത്തനം ജലസ്ഥില പ്രഭാതിക്കും. ഓ പരമാത്മാവി, മഹത്വത്തിന്റെ അഥവാ സമ്പൂർണ്ണ ഭൗതിക ശക്തിയുടെ തുടക്കത്തിലെ നിശ്ചയിക്കപ്പെട്ട ഞങ്ങൾക്ക് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്ന് അങ്ങയുടെ കാരുണ്യ നിർദ്ദേശങ്ങൾ ദയവായി നൽകിയാലും സൃഷ്ടിയുടെ വിഭിന്ന വിഭാഗങ്ങളിൽ അങ്ങയ്ക്ക് വേണ്ടി സേവനം ചെയ്യുന്നതിന് കാരുണ്യമുണ്ടായി അങ്ങയുടെ സമ്പൂർണ്ണ ജ്ഞാനവും ശക്തിയും ദാനം ചെയ്താലും. ഭാവാർത്ഥം ജസ്റ്റിൽ പ്രഭാതിക്കും. ഭഗവാൻ ഈ ലോകം സൃഷ്ടിക്കുകയും ഇവിടെ കർമ്മം ചെയ്യേണ്ട മുഴുവൻ ജീവസത്തകളും ഉൾപ്പെട്ട ഭൗതിക ശക്തിയെ ഗർഭം ധരിപ്പിക്കുകയും ചെയ്തു. ഈ പ്രവൃത്തികൾക്കെല്ലാം പിന്നിൽ ഭഗവത് കൽപ്പിതമായ ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഇന്ദ്രിയ സംതൃപ്തി കൊതിക്കുന്ന ബദ്ധാത്മാക്കൾക്ക് അതിനായി ഒരു അവസരം നൽകുക എന്നതായിരുന്നു പദ്ധതി. പക്ഷേ സൃഷ്ടിക്ക് പിന്നിൽ മറ്റൊരു പദ്ധതി കൂടിയുണ്ട്. വ്യക്തിപരമായ ഇന്ദ്രിയ സംതൃപ്തിക്ക് വേണ്ടിയല്ല, മറിച്ച് ഭഗവാന്റെ അതീന്ദ്രിയമായ ഇന്ദ്രിയ ചാരിതാർത്ഥ്യത്തിന് വേണ്ടിയാണ് തങ്ങൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് ബോധ്യപ്പെടുത്താൻ ഓരോ ജീവിയെയും സഹായിക്കണം. ഓരോ മനുഷ്യജീവിയുടെയും വ്യവസ്ഥാനുസൃതമായ നിയോഗമാണിത്.
തന്റെ അതീന്ദ്രിയ ആനന്ദത്തിനു വേണ്ടി അനവധികളായ വിസ്തരിക്കുന്നവനുമാണ് അതുല്യനായ ഭഗവാൻ. എല്ലാ വിസ്തരണങ്ങളും, വിഷ്ണുതത്വങ്ങൾ, ജീവിതതത്വങ്ങൾ, ശക്തിതത്വങ്ങൾ, പരമോന്നതനായ ഭഗവാന്റെ വ്യക്തിത്വങ്ങൾ, ജീവസത്തുകളും വിഭിന്ന ശക്തികളും പരമോന്നതനായ ഒരേ ഭഗവാനിൽ നിന്ന് വ്യത്യസ്തങ്ങളായ അങ്കുരങ്ങളാകുന്നു. വിഷ്ണുതത്വങ്ങളിൽ വേറിട്ട വിസ്തരണങ്ങളായ ജീവതത്വങ്ങൾ തമ്മിൽ ശക്തിയുടെ അളവിൽ അന്തരമുണ്ടെങ്കിലും അവയെല്ലാം പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന്റെ അതീന്ദ്രിയമായ ഇന്ദ്രിയ ചാരിതാർത്ഥ്യം ഉദ്ദേശിച്ചിട്ടുള്ളവയാണ്. ചില ജീവനുകൾ പരമ ദിവ്യോത്തമ പദം അനുകരിച്ച് ഭൗതിക പ്രകൃതിയുടെ മേൽ സ്വയം ദൈവത്വം അധീശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം പ്രവണതകൾ പരിശുദ്ധമായ ജീവസത്തകളെ എപ്പോൾ എന്തിന് അതിജീവിക്കുന്നു എന്നത് സംബന്ധിച്ച് ഇങ്ങനെ വിശദീകരിക്കാൻ കഴിയൂ. ജീവസത്വങ്ങൾക്ക് വളരെ പരിമിതമായ സ്വാതന്ത്ര്യം അനുവദിക്കപ്പെട്ടിട്ടുണ്ട്. ചില ജീവസത്തകൾ ഈ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യുന്നത് വഴി ഭൗതിക ശക്തിയുടെ ബദ്ധതയിൽ അകപ്പെട്ടു പോകുന്നു. ഇവർ നിത്യബദ്ധർ അല്ലെങ്കിൽ ശാശ്വതമായ ബദ്ധാത്മാക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. ഇനി ആരെങ്കിലും വായിക്കാനുണ്ടോ? അത് വായിക്കാൻ കണ്ടിന്യൂ ചെയ്യണം. ഹരേ കൃഷ്ണ. ഹരേ വൈദിക കൃഷ്ണ. വിജ്ഞാന ഇനി കലമാതാജി ആണെന്ന് തോന്നുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. വൈദിക വിജ്ഞാനത്തിന്റെ വിസ്തരണങ്ങളും നിത്യബന്ധർ അഥവാ ശാശ്വതമായ ബന്ധാത്മാക്കൾക്ക് ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിലൂടെ ക്രമാനുഗതമായി പുരോഗതി കൈവരിച്ച് അതീന്ദ്രിയ ജ്ഞാനം നേടാൻ അവസരം നൽകുന്നുണ്ട്. ദേവന്മാരും ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിലൂടെ ഈ പരിശുദ്ധാവബോധം ആർജിച്ച് ബന്ധാത്മാക്കളാണെങ്കിലും അതേസമയം തന്നെ അവർ ഭൗതിക ശക്തിക്കുമേൽ പ്രഭുത്വം സ്ഥാപിക്കാനുള്ള ആഗ്രഹങ്ങൾ തുടരുകയും ചെയ്യുന്നു. അത്തരം മിശ്രിതാവബോധങ്ങൾ ഒരു ബന്ധാത്മാവിനെ ഈ സൃഷ്ടിയുടെ ഭരണനിർവഹണ ചുമതലയുള്ള പദവികൾ തളച്ചിടുന്നു. ദേവന്മാർ ബന്ധാത്മാക്കളുടെ ഭാരമേൽപ്പിക്കപ്പെട്ട നേതാക്കന്മാരാണ്. ഗവൺമെന്റ് ജയിലുകളിലെ ചില മുൻ തടവുകാർ പിന്നീട് ജയിൽ ഭരണത്തിന്റെ ചില ഉത്തരവാദിത്തപ്പെട്ട ജോലികൾക്ക് ഏൽപ്പിക്കപ്പെടുന്നത് പോലെ പുരോഗതി കൈവരിച്ച ബന്ധാത്മാക്കളായ ദേവന്മാർ ഭൗതിക സൃഷ്ടിയിലെ ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിന് ഭഗവാന്റെ പ്രതിനിധികളായി ഭാരമേൽപ്പിക്കപ്പെടുന്നു. ഭൗതിക ലോകത്തിൽ ഭഗവാന്റെ ഭക്തന്മാരായ അത്തരം ദേവന്മാർ ഭൗതികതയിൽ പ്രമാണിത്വം സ്ഥാപിക്കാനുള്ള അവിഭാജ്യകളിൽ നിന്ന് സ്വതന്ത്രരാകുമ്പോൾ ഭഗവാന്റെ ഭക്തിയുടെ സേവനത്തിൽ നിരതരാകുക എന്നതൊഴിച്ച് മറ്റു ആഗ്രഹവുമില്ലാതെ പരിശുദ്ധ ഭക്തന്മാരായി പരിണമിക്കുന്നു. അതിനാൽ ഭൗതിക ലോകത്ത് എന്തെങ്കിലും പദവി ആഗ്രഹിക്കുന്നവർ ആ ആഗ്രഹം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിലേക്ക് തിരിച്ചുവിട്ടാൽ ഈ പ്രത്യേക ശ്ലോകത്തിൽ ഉദാഹരിക്കപ്പെട്ട ദേവന്മാരെ പോലെ ഭഗവാനിൽ നിന്ന് ശക്തിയും ബുദ്ധിയും നേടാൻ കഴിയും. ഭഗവാനാൽ ഉണർത്തപ്പെടാതെയും അധികാരപ്പെടുത്തപ്പെടാതെയും ഒരുവന് ഒന്നും തന്നെ ചെയ്യാനാവില്ല. ഭഗവാൻ ഭഗവത്ഗീത 15:15 പറയുന്നു, മത്ത സ്മൃതിർ ജ്ഞാനം അബോഹനം ച. എല്ലാ അറിവും ഓർമ്മയും ഓർമ്മക്കേടും ഉണ്ടാകുന്നത് എല്ലാവരുടെയും ഹൃദയത്തിൽ വസിക്കുന്ന ഭഗവാനാണ്. ബുദ്ധിയുള്ള മനുഷ്യർ ഭഗവാന്റെ സഹായം തേടുന്നു. ഭഗവാൻ തന്റെ വൈവിധ്യമാർന്ന സേവനങ്ങൾ ഏർപ്പെടുന്ന ആത്മാർത്ഥരായ ഭക്തരെ സഹായിക്കുന്നു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ദേവന്മാർ ജീവസത്തകളുടെ പൂർവ്വകർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ ജീവികളെ സൃഷ്ടിക്കാൻ ഭഗവാനാൽ ഭാരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ദേവന്മാർ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിന് ഭഗവാനിൽ നിന്ന് ബുദ്ധിശക്തികൾ വർദ്ധിക്കുകയാണിവിടെ. അതേപോലെ ഏത് ബദ്ധാത്മാവിനും വിദഗ്ധനായ ഒരു ആത്മീയ ഗുരുവിന്റെ മാർഗനിർദ്ദേശപ്രകാരം ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ നിരതനായി ക്രമേണ പുരോഗതി കൈവരിച്ച ഭൗതിക അസ്തിത്വത്തിന്റെ കുരുക്കുകളിൽ നിന്ന് ശാശ്വതമായി സ്വതന്ത്രനാകാം. ആത്മീയ ഗുരു ഭഗവാന്റെ ആവിഷ്കൃത പ്രതിനിധിയാകയാൽ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശ പ്രകാരം പ്രവർത്തിക്കുന്ന വ്യക്തിയെ ബുദ്ധിയോഗപ്രകാരം പ്രവർത്തിക്കുന്നവനായി പരിഗണിക്കുന്നു. ഭഗവത്ഗീത 2:41 വിശദമാക്കിയിട്ടുള്ളതുപോലെ വ്യവസായാത്മിക ബുദ്ധർ ഏകേക ഗുരുനന്ദന ബഹുശാഖാഹി അനന്താച്ച ബുദ്ധയോ അവസായിന. അതെ, ശ്രീമദ് ഭാഗവതം 3-ാം സ്കന്ധം 5-ാം അധ്യായം മൈത്രേയനുമായി കുതിരന്റെ ചർച്ചകൾ എന്ന ഭക്തിവേദാന്ത സഹായിക്കാൻ ഇപ്രകാരം സമാപിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു മാതാജി. സോ ഇതോടെ കൂടെ ലാസ്റ്റ് പ്രേയേഴ്സ്, ദേവന്മാരുടെ പ്രാർത്ഥനകളിലെ ലാസ്റ്റ് സെക്ഷൻ ആണ് ഇപ്പൊ നമ്മൾ വായിക്കുന്നത്. ലാസ്റ്റ് പ്രാർത്ഥനയാണ്. സോ ഇതില്
പ്ലീസ് ഗിവ് us ഇന്റലിജൻസ്. അതാ ഇവിടെ പ്രേ ചെയ്യുന്നത്. Please give us a knowledge and potency so that we can render your service in different departments of subsequent creation. ഇവിടെ ദേവന്മാർ പറയുന്നുണ്ട്, O Supreme Self, please give us, who are created in the beginning from the Mahatattva, the total cosmic energy, your kind directions on how we shall act. Kindly award us your perfect knowledge and potency so that we can render your service in different departments of subsequent creation. അപ്പൊ ദേവന്മാരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാന്റെ അടുത്ത്, ഞങ്ങളുടെ പൊസിഷൻ ഞങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി ഞങ്ങൾ എങ്ങനെയാണ് ഞങ്ങളുടെ ഡ്യൂട്ടീസ് എല്ലാം പെർഫോം ചെയ്യേണ്ടത്, അതിന് ആവശ്യമുള്ള ബുദ്ധിയും ശക്തിയും നൽകണമേ ഭഗവാനെ എന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. സോ നേരത്തെ പറഞ്ഞതുപോലെ ഭഗവാനാണ് അഹം ബീജ പ്രതപിതഃ. എല്ലാ സൃഷ്ടിക്കും ഭഗവാനാണ് ബീജം നൽകുന്നത്. എല്ലാ ഭൗതിക സൃഷ്ടിയും ഭഗവാനാണ്. ഭഗവാൻ വന്നിട്ട് ഭൗതിക സൃഷ്ടിയെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഭൗതിക ലോകത്തിലെ എല്ലാ സൃഷ്ടിയും ഉണ്ടാവുന്നുണ്ട്. സോ ഭഗവാൻ സൃഷ്ടിക്കുമ്പോൾ ഭഗവാന്റെ ഒരു പ്ലാൻ അവിടെ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സോ അപ്പൊ ചില ജീവജാലങ്ങൾ വന്നിട്ട് തന്നെ എൻജോയ് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ okay, if you want to enjoy, you can enjoy, but in this limit. ഈ ലിമിറ്റിന്റെ അകത്ത് ഇതാണ് ബൗണ്ടറി. ഇതിന്റെ അപ്പുറം നമ്മൾ ക്രോസ് ചെയ്ത് പോകാൻ പാടില്ല. ഇതിന്റെ അകത്ത് നിന്നിട്ട് പ്രിസ്ക്രൈബ് ചെയ്യപ്പെട്ട വിധിക്കപ്പെട്ട കടമകളെല്ലാം ചെയ്യുക. ഈ ബൗണ്ടറിനെ ക്രോസ് ചെയ്യാനും പാടില്ല. അങ്ങനെ അതുപോലെ ഈവൻ ഹയർ പൊസിഷൻസ്, ഈവൻ ദേവന്മാർക്ക് പോലും കുറച്ച് എൻജോയ് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്, the demigods are amongst the conditioned souls who have developed this pure consciousness of service to the Lord, but who at the same time continue to desire to lord it over the material energy. So ശുദ്ധഭക്തന്മാരായിട്ടില്ല, എന്നാലും കുറച്ച് ഭൗതിക ലോകത്തില് അനുഭവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. ദേവന്മാർക്കും അതുപോലെ ആഗ്രഹങ്ങളെല്ലാം ഉണ്ട്. സുഖഭോഗങ്ങളെല്ലാം എൻജോയ് ചെയ്യും വേണം. അതേസമയം ഭഗവാന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിന്റെ അതിന് വിരുദ്ധമായിട്ട് ഒരു കാര്യവും ചെയ്യാനും പാടില്ല. ഭഗവാൻ നമുക്ക് നൽകിയിട്ടുള്ള ആ ഫെസിലിറ്റീസ് അകത്ത് തന്നെ എൻജോയ് ചെയ്തിട്ട് നമ്മളെ ഒരു സ്വാമിത്വം, അതിലവിടെ എൻജോയ്മെന്റും നമുക്ക് വേണം. അതേസമയം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭഗവത് സേവനമായിട്ടും വേണമെന്ന് വിചാരിച്ച് അങ്ങനത്തെ ഉള്ള നല്ല ഒരു ജീവികൾക്ക്, അതായത് ഭഗവാൻ വന്നിട്ട് ഡെമിഗോഡ് പൊസിഷൻസും നൽകും. ദേവന്മാരുടെ പൊസിഷൻ പ്രഭു പറഞ്ഞിട്ടുണ്ടാവും നേരത്തെ ക്ലാസ്സിൽ. ദേവന്മാരെല്ലാരും വന്നിട്ട് ഭഗവാനാല് എംപവർ ചെയ്യപ്പെട്ട ജീവാത്മാക്കൾ തന്നെയാ. അവരെല്ലാം വന്നിട്ട് കുറച്ച് ക്വാളിഫിക്കേഷൻ വളർത്തി. ഇപ്പൊ 1000 ജന്മ ബ്രഹ്മചര്യ വ്രതം സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്താൽ അടുത്ത ജന്മത്തില് അടുത്ത സൃഷ്ടി ക്രിയേഷനിൽ വന്നിട്ട് നമുക്ക് ബ്രഹ്മദേവനാവാൻ പറ്റും. അതുപോലെ ബ്രഹ്മാവാൻ, ഇന്ദ്രനാവാൻ, അശ്വമേധയാഗങ്ങൾ കുറെ എല്ലാം പെർഫോം ചെയ്ത് പിന്നെ ചെയ്യുമ്പോൾ നമുക്ക് ദേവേന്ദ്രനാകാൻ പറ്റും. ഇതെല്ലാം ഓരോന്നും ഓരോരോ പൊസിഷനാണ്. അപ്പൊ ചില ജീവാത്മാക്കൾ വന്നിട്ട് ആ വേദത്തിൽ പറഞ്ഞിട്ടുള്ള നിയമങ്ങളെല്ലാം ഫോളോ ചെയ്തിട്ട് അതിന്റെ സ്റ്റാൻഡേർഡ്സ് എല്ലാം ഫോളോ ചെയ്യുമ്പോൾ യു ഗെറ്റ് എൻട്രി ഇൻ ടു ദ നെക്സ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. ഭഗവാന്റെ അനുഗ്രഹം അനുസരിച്ച് നമ്മൾ ചെയ്ത ഓരോരോ കർമ്മങ്ങൾ അനുസരിച്ച് നമുക്ക് ദേവനായിട്ടോ മനുഷ്യനായിട്ടോ മൃഗമായിട്ടോ നമുക്ക് വന്നിട്ട് ഓരോരോ ശരീരം കിട്ടും. അപ്പൊ ഇങ്ങനെ ദേവന്മാർ വന്നിട്ട് അവരുടെ ഡ്യൂട്ടീസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ അവർക്ക് വന്നിട്ട് such demigods are devotees of the Lord in the material world, and when completely free from all material desire to lord it over the material energy, they become pure devotees and they have no desire but to serve the Lord. അപ്പൊ എനിക്ക് ഈ സ്വർഗലോക സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കണം എന്നുള്ള ഒരു ഫീലിംഗ് ഉള്ളവരെ ദേവന്മാരായിട്ടെല്ലാം ഉണ്ടാവും. അവരും ഭക്തന്മാരാണ്. അവർക്ക് കുറച്ച് എൻജോയ്മെന്റിന്റെ ആവശ്യമുണ്ട്. കുറച്ച് അപ്സരസിന്റെ ഡാൻസും സോമരസവും ചിന്താമണി നല്ല എന്താ പറയാ വളരെ സുഖഭോഗങ്ങളും എല്ലാം കൂടെ എൻജോയ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഭഗവാൻ അതും തരും. ഭഗവാൻ കൃഷ്ണ ക്യാൻ ഗിവ് എനിത്തിങ്. ഭഗവാൻ വന്നിട്ട് എല്ലാവർക്കും എന്ത് വേണമെങ്കിലും അവരവരുടെ ആഗ്രഹം അനുസരിച്ച് നൽകാൻ പറ്റും. പക്ഷെ അതേ ഒരു ദേവൻ വന്നിട്ട് എനിക്കിനി ഒരു സുഖഭോഗവും വേണ്ട, എനിക്ക് ഇനി ഭഗവത് സേവനം മാത്രം മതി എന്ന് വിചാരിക്കുമ്പോൾ
അവർ വന്നിട്ട് ഭഗവാന്റെ ശുദ്ധഭക്തരാവുന്നുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർക്ക് ഭക്തി ചെയ്യാനുള്ള എല്ലാ അവസരവും, ഭക്തി സേവനം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഭഗവാൻ നൽകുന്നുണ്ട്. സോ എല്ലാറ്റിലും വന്നിട്ട് എന്താന്ന് വെച്ചാല് ഭഗവാൻ വന്നിട്ട് അവിടെ നല്ല ബുദ്ധിയും അതിന് വേണ്ട എല്ലാ സൗകര്യം നമ്മൾ വി കെൻ ജസ്റ്റ് അനലൈസ് അവർ സെൽസ്. ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും ആവണമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നമ്മൾ ഒരു കുറച്ച് 10 വർഷം മുമ്പ് 15 വർഷം മുമ്പ് ഒരു ഫ്ലാഷ് ബാക്ക് അടിക്കാം. അപ്പൊ അന്നത്തെ ഡിസയർ പിന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, പല ആൾക്കാരുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് അതിന്റെ വേണ്ട സിറ്റുവേഷൻസ് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് അറേഞ്ച് ആയി നമ്മൾ വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട്. ആദ്യം തുടങ്ങുന്നതെല്ലാം നമ്മുടെ ഡിസയർ മനസ്സിലിരുന്ന് വരുന്ന ഡിസയർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആ മനസ്സിൽ വരുന്ന ചിന്തകൾ, ആ ഡിസയേഴ്സ് എല്ലാം വളരെ കെയർഫുൾ ആയിട്ട് വെക്കണം. ആ ഡിസയേഴ്സ് വരുമ്പോൾ അത് ഭഗവാൻ വന്നിട്ട് ഓക്കെ യു വാണ്ട് ഇറ്റ്, യു ക്യാൻ ഹാവ് ഇറ്റ് എന്ന് ഭഗവാൻ വന്നിട്ട് അതിനെ ഭഗവാൻ വേണ്ടതെല്ലാം അറേഞ്ച് ചെയ്യുന്നത് ഭഗവാൻ തന്നെയാണ്. ഭഗവത്ഗീതയിലെ 15.15 വളരെ ഫേമസ് ആയിട്ടുള്ള ശ്ലോക, എല്ലാ കുട്ടികളെയും നമ്മൾ ബൈഹാർട്ട് ചെയ്യാൻ പറയുന്ന ശ്ലോകം. മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച, എല്ലാ നോളജ്, റിമംബറൻസ്, ഫർഗെറ്റ്ഫുൾനെസ് എല്ലാം എൻ്റെ അടുത്താണ് വരുന്നത്. സർവസ്യ ചാഹം ഹൃദി സന്നിവിഷ്ടോ മത്ത സ്മൃതിർ ജ്ഞാനം അപോഹനം ച വേദേശ്ച സർവേ അഹമേവ വേദ്യോ വേദാന്തകൃത് വേദവിദേവ ചാഹം. സോ എല്ലാം ഭഗവാൻ. സോ ഇവിടെ ഒരു ഇന്റലിജന്റ് മാൻ എന്ത് ചെയ്യുന്നു പറയുന്നുണ്ട്. ദ ഇന്റലിജന്റ് മാൻ സീക്സ് ദ ഹെൽപ്പ് ഓഫ് ദ ലോർഡ് ആൻഡ് ദ ലോർഡ് ഹെൽപ്സ് ദ സിൻസിയർ ഡിവോട്ടീസ് എൻഗേജ് ഇൻ ഹിസ് മൾട്ടിഫേരിയസ് ആക്ടിവിറ്റീസ്. സോ ഒരു ബുദ്ധിമാൻ ആയ ഒരു ഭക്തൻ എന്ത് ചെയ്യുന്ന വെച്ചാല് ഭഗവാന്റെ ഹെൽപ്പ് ആവശ്യപ്പെടും, ഭഗവാനോട് ആവശ്യപ്പെടും, ഭഗവാന്റെ അനുഗ്രഹം ആവശ്യപ്പെടും. ആൻഡ് ദ ലോർഡ് ഹെൽപ്സ് ദ സിൻസിയർ ഡിവോട്ടീസ് എൻഗേജ് ഇൻ മൾട്ടിഫേരിയസ് സർവീസസ്. സോ പല സേവനത്തിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന ആ ഭക്തന് ആവശ്യമുള്ളതെല്ലാം ഭഗവാൻ വന്നിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതാണ്. സോ എന്ത് കാര്യം ചെയ്യണമെങ്കിലും ഭഗവാന്റെ അനുഗ്രഹം ഇല്ലാതെ നടക്കില്ല. നമ്മള് ഒരു സ്റ്റേജില് വരുമ്പോ നമ്മുടെ സ്വന്തം ആഹാരം എടുത്ത് കഴിക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുള്ള സ്റ്റേജാണ് ഓൾഡ് ഏജ് വരുമ്പോ എല്ലാം. വി കനോട്ട് ഡു അവർ ഓൺ പേഴ്സണൽ തിങ്സ്. അങ്ങനെ ഒരു സിറ്റുവേഷനും ഓൾഡ് ഏജ് വരുമ്പോ എല്ലാം വരും. സോ നമ്മള് ഒന്നിനെ കുറിച്ചും അഹങ്കരിക്കേണ്ട ആവശ്യം ഇല്ല. To get up you need somebody's help, to sit you need somebody's help, to take your food you need somebody's help. സോ അങ്ങനെയെല്ലാം ഉള്ളപ്പോ വന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹം ഉള്ളത്തോളം വരെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അർജുനൻ വന്നിട്ട് നല്ല ഒരു സ്ട്രോങ് ആർച്ചറായിരുന്നു. മഹാഭാരത യുദ്ധത്തിൽ വളരെ സക്സസ്ഫുൾ ആയി ചെയ്തു. പക്ഷെ ഭഗവാൻ അവിടെ ഇരുന്ന് പോയ പിന്നെ ഒരു കൂട്ടം കൊള്ളക്കാര് വന്നിട്ട്, ഒരു തീവ്സ് ആൻഡ് റോബേഴ്സ് വന്നിട്ട് അറ്റാക്ക് ചെയ്തപ്പോ അർജുനൻ വന്നിട്ട് അതേ ഗാന്ധീപം അതേ അർജുനൻ തോറ്റുപോയി. സോ ഏത് ക്ഷണം വേണമെങ്കിലും നമ്മുടെ അടുത്തുള്ള കപ്പാസിറ്റീസ് നമ്മുടെ കയ്യിലിരുന്ന് പോകാം. ആ ഒരു ബോധം എപ്പോഴും വേണം. ഇന്ന് നമുക്ക് ഉള്ളത് വന്നിട്ട് ഭഗവാൻ കുറച്ച് ദിവസത്തേക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഇന്ന് ഓരോരോ സേവനവും ഭഗവാന്റെ ലീലകളെ കുറിച്ച് ശ്രവിക്കാനും ഭഗവത് ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് സേവ ചെയ്യാനും ഇന്ന് അനുഗ്രഹം കിട്ടിയിട്ടുള്ളതില് നമ്മള് അഹങ്കരിക്കാൻ പാടില്ല. ദാറ്റ് ക്യാൻ ബി ടേക്കൻ അവേ എനി ടൈം എടുക്കൊണ്ട് പോകാൻ പറ്റും. സോ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരു ആധ്യാത്മിക ഗുരുവിന്റെ അനുഗ്രഹം വേണം. ആധ്യാത്മിക ഗുരു പെർഫെക്റ്റ് എക്സാമ്പിൾ. നമ്മുടെ ഗുരു മഹാരാജ് വന്നിട്ട് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടിട്ട് മെജസ്റ്റിക് ആയിട്ട് ജൈജാന്റിക് ആയിട്ട് ഒരു ഭയങ്കര ഒരു എനർജി ഉള്ള ഒരു ഭക്തനായിരുന്നു യങ്ങർ ഏജില്. ഇപ്പോഴും അതിനെക്കാട്ടിലും ഡബിൾ ടൈംസാ. ഒരു സാധാരണ ഒരു പേഴ്സൺ ആണെങ്കിൽ അവരുടെ കപ്പാസിറ്റീസ് എല്ലാം അവരുടെ കയ്യിലിരുന്ന് അവരുടെ എല്ലാം പോകുമ്പോൾ മെന്റലി ഡിപ്രസ്ഡ് ആയി അവരുടെ എല്ലാം നേച്ചറെല്ലാം ചേഞ്ച് ആവും. പക്ഷെ ഒരു ഭക്തൻ വന്നിട്ട് കംപ്ലീറ്റ്ലി ഇതെല്ലാം നടത്തുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചിരിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭഗവാനാണ് നടത്തുന്നത്. ഗുരു മഹാരാജ് ആഫ്റ്റർ ഹിസ് സ്ട്രോക്ക് ഓൾസോ ഹി ഈസ് ഡൂയിങ് മോർ സർവീസസ് ദാൻ ബിഫോർ. മുമ്പ് ചെയ്ത സേവകളെക്കാട്ടിലും ഇന്ന് കൂടുതൽ സേവ ചെയ്യുന്നുണ്ട്. പ്രഭുപാദിന് വേണ്ടിയിട്ട് എല്ലാ സർവീസസും ഗുരു മഹാരാജ് ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. ഭഗവാൻ വന്നിട്ട് ഗുരു മഹാരാജിന് വേണ്ട എല്ലാം ഭഗവാൻ വന്നിട്ട് അറേഞ്ച് ചെയ്യുന്നുണ്ട്.
ലിവിങ് എക്സാമ്പിൾ ആണ്. അതുകൊണ്ട് ഒരു ആചാര്യനെ വന്നിട്ട് ശരണം പ്രാപിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബൈ എക്സാമ്പിൾ ആചാർ പ്രചാർ, ബൈ എക്സാമ്പിൾ നമ്മുടെ ഗുരുദേവൻ വന്നിട്ട് നമുക്കിതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. യെസ്, ആഗ്രഹിക്കുന്നത് മാത്രമേ നമ്മുടെ ഡ്യൂട്ടി ഉള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും നടത്തുന്നത് ഭഗവാന്റെ അനുഗ്രഹമാണ്. സോ അതുകൊണ്ട് സ്പിരിച്വൽ മാസ്റ്റർ വന്നിട്ട് എന്താന്ന് വെച്ചാല് അകത്ത് വന്നിട്ട് പരമാത്മാവായിട്ട് ഭഗവാൻ ഉപദേശിക്കും, പുറമേ വന്നിട്ട് ജീവാത്മാവ് വന്നിട്ട് കണ്ട് അസോസിയേഷൻ എടുത്ത് കണ്ട് കേട്ട് പഠിക്കാൻ വേണ്ടി ആചാര്യനായിട്ട് ഗുരു മഹാരാജ് വരും. ഗുരുവായിട്ട് ഭഗവാൻ തന്നെ വെളിയിൽ വരും. സോ ഗുരു മഹാരാജ്, അതുകൊണ്ടാണ് ഗുരു വന്നിട്ട് ഭഗവാൻ തുല്യമായി നമ്മൾ ആരാധിക്കുന്നതും സമർപ്പിക്കുന്നതും. കാരണം എന്താന്ന് വെച്ചാൽ ദ സ്പിരിച്വൽ മാസ്റ്റർ ഇസ് മാനിഫെസ്റ്റഡ് റെപ്രസെന്റേറ്റീവ് ഓഫ് ദ ലോർഡ്, and anyone who puts themselves under the guidance of such a spiritual master acts according to what is said, according to the terms of buddhi yoga as explained in Bhagavad Gita. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള പോലെ ആധ്യാത്മിക ഗുരുവിന്റെ ഇൻസ്ട്രക്ഷൻസ് അനുസരിച്ച് ബുദ്ധിയോഗത്തിൽ വന്നിട്ട് ഒരാൾ വന്നിട്ട് ചെയ്യാൻ പറ്റും. 2.41 ശില പ്രഭുപാദ് കോട്ട് ചെയ്യുന്നുണ്ട്. വ്യവസായാത്മിക ബുദ്ധിർ ഏകേഹ കുരു നന്ദന ബഹുശാഖാഹി അനന്തശ്ച ബുദ്ധിയോ അവ്യവസായിന. സോ ഇങ്ങനെ വന്നിട്ട് നമുക്ക് വ്യവസായാത്മിക ബുദ്ധി നമുക്ക് വേണം. വ്യവസായാത്മിക ബുദ്ധി, ദൃഢമായ വിശ്വാസം വേണം. ഭഗവത് കാര്യങ്ങൾ ചെയ്യുമ്പോ നമ്മള് ഭൗതിക ലോകത്തിലുള്ള ആൾക്കാരുടെ കൂടെ ഇടപഴകുമ്പോൾ അവരുടെ മാതിരി വേണമെന്ന് ഇല്ല. ഭൗതിക ലോകത്തിൽ ഉണ്ടായാലും ഭൗതിക ലോകത്തിലെ പല ആൾക്കാർ പല രീതിയിൽ പ്രവർത്തിച്ചാലും നമ്മൾ വന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മുടെ അകത്തെ ഉള്ള ആ കൃഷ്ണഭാവനാമൃതം വന്നിട്ട് അങ്ങനെ സ്പ്രൗട്ടായിട്ട് നമ്മുടെ ഹൃദയത്തിലുള്ള ആ ഭക്തിയെ താമരപ്പൂവ് അത് വിരിയുമ്പോ ഭൗതിക ലോകത്തിലുള്ള കാര്യങ്ങളിൽ വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഭൗതിക ലോകത്തിൽ നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്താവും അങ്ങനെ വിചാരിക്കേണ്ട ആവശ്യമില്ല. പെർഫെക്റ്റ്ലി കൃഷ്ണ. അപ്പൊ അങ്ങനെയുള്ള ആൾ വന്നിട്ട് പിന്നെ ഭൗതിക ലോകത്തിനെ കുറിച്ച് അധികം ചിന്തിക്കില്ല. 100% കൃഷ്ണ കോൺഷ്യസ്നെസ്സും കൃഷ്ണനെ തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അതുവരെ എന്ത് ചെയ്യും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, നാട്ടുകാരന് വേണ്ടി ചെയ്യണം, അത് ചെയ്യണം, ഇതെല്ലാം സെക്കൻഡറി ആവും. പിന്നെ നമുക്ക് വന്നിട്ട് നമുക്ക് എന്റെ ഒരു സംബന്ധം കൃഷ്ണനോട് ആണ്. ബട്ട് അത് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോ ഒരു വേരിന് വന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വൃക്ഷം മൊത്തം സന്തുഷ്ടനാവുന്ന പോലെ ഈവൻ ഭൗതിക ലോകത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും വന്നിട്ട് ഒരു ഭക്തന്റെ ഒരു പ്രവർത്തനം കൊണ്ട് തൃപ്തനാവും. നമ്മൾ തനിയെ ഓരോരാളെയും വന്നിട്ട് തൃപ്തി ചെയ്യാൻ പറ്റില്ല, നല്ല സർട്ടിഫിക്കറ്റ് കിട്ടൂല്ല. ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ. So only by serving the Supreme Lord, by taking the message of Bhagavad Gita and ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ള മെസ്സേജ് വന്നിട്ട് നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് യസ്യ പ്രസാദാ ഭഗവത് പ്രസാദോ യസ്യ അപ്രസാദാ നഗതി കുതോപി. ആചാര്യനെ വന്നിട്ട് ഗുരുവിനെ വന്നിട്ട് തൃപ്തി ചെയ്യുമ്പോ ഭഗവാൻ വന്നിട്ട് തൃപ്തനാവുന്നു. അങ്ങനെ ആവുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് എല്ലാ അനുഗ്രഹം കിട്ടുന്നുണ്ട്. സോ ഇന്ദ്രിയ തൃപ്തി ചെയ്യണം എന്നുള്ള ചിന്തകളെല്ലാം മാറ്റി വെച്ചിട്ട് നമ്മുടെ മനസ്സ് വന്നിട്ട് എന്താ പറയാ വ്യവസായാത്മിക ബുദ്ധി പല സ്ഥലത്തില് ഡൈവേർട്ടായി മനസ്സ് പോവാതെ നമ്മുടെ എനർജി എല്ലാം ഭഗവാന്റെ അടുത്ത് ഫോക്കസ് ചെയ്ത് നമുക്ക് ഭഗവാന്റെ തൃപ്പാദം നമുക്ക് അറ്റൈൻ ചെയ്യാം. സോ ഇതെല്ലാമാണ് നമ്മുടെ ദേവന്മാർ നമുക്ക് വന്നിട്ട് പഠിപ്പിച്ച് കൊടുത്തത്. സോ ദേവന്മാരുടെ പ്രാർത്ഥന ഇതോടുകൂടെ കഴിയുന്നുണ്ട്. ഭക്തിവേദാന്ത പോപ്പേഴ്സിന്റെ 5th ചാപ്റ്റർ വിതുര മൈത്രേയ സംവാദവും ഇതിൽ കഴിയുന്നുണ്ട്. സോ ഇതെല്ലാം നമ്മൾ മനസ്സിൽ വെക്കണം. മെയിൻലി we should always be dependent on the Lord's mercy and Acharya's mercy. അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. ദേവന്മാർ അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ദേവന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ നമ്മളും എല്ലാ ദിവസവും എല്ലാ ചെറിയ കാര്യമായാലും we should pray to Krishna, please give me the right intelligence. നമ്മൾ ഒരു ക്ഷണം പോലും ജീവാത്മാവ് ഫ്രീ ആയിട്ട് ഇരിക്കുന്നില്ല എന്ന ശാസ്ത്രം പറയുന്നത്. നമ്മുടെ മനസ്സ് 24 മണിക്കൂറും എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ഭഗവാനോട് ദേവന്മാർ പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ വിത്ത് ഫോൾഡഡ് ഹാൻഡ്സ് കരങ്ങൾ കൂപ്പി ഭഗവാനോട് പ്രാർത്ഥിച്ച് നമ്മൾ വന്നിട്ട് പ്രാർത്ഥിക്കണം. റൈറ്റ് ഇന്റലിജൻസ് തരണം, നമ്മുടെ ഡ്യൂട്ടീസ് ചെയ്യാൻ റൈറ്റ് ഇന്റലിജൻസ് നമുക്ക് തരണമെന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടെ ഇന്നത്തെ സെഷൻ നമുക്ക് ഫിനിഷ് ആക്കാം. Thank you so much for joining. Hare Krishna. Srimad Bhagavata Mahagrantha Raj ki
ജയ്. ശില പ്രഭുപാദയ്ക്ക് ജയ്. നിതായ ഗൗര പ്രേമാനന്ദേ ഹരി ഹരി ബോൾ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കമന്റ്സോ ഉണ്ടെങ്കിൽ പറയാം. ഹരേ കൃഷ്ണ.